ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ ഒരു ഫേസ് പാക്ക് 2 സ്റ്റെപ്പിലൂടെയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിനായിട്ട് ഒരു സ്ക്രബിങ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ പാൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാക്ക് ഞാൻ എടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ മുടിയൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം മുഖത്തേക്ക് മുടി വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അപ്ലൈ ചെയ്ത് വെക്കാനല്ല കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നല്ല രീതിക്ക് നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്പീഡിലിട്ടത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ സ്പീഡായിട്ട് കാണുന്നത്. ശരിക്കും ഞാൻ സ്ലോ ആയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ സ്പീഡിലിട്ട് വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകും കേട്ടോ. അപ്പോൾ 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതേപോലെ ജെന്റലായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതേപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് നല്ലോണം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതേപോലൊരു പഴമാണ് ആവശ്യം. അത്യാവശ്യം നല്ല രീതിക്ക് പഴുത്ത പഴം വേണ്ട എടുക്കാനായിട്ട്. ഇതേപോലെ നേന്ത്രപ്പഴം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിതിൻ്റെ മൊത്തം എടുക്കുന്നില്ല, ഈ ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ എൻ്റെ ഫേസിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രത്തോളമാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലോണം നമുക്ക് ഇതേപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണ്ട. ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ ഇത് ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിനാണ് ഇത് കൊണ്ടുപോയിട്ട് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഞാൻ 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. എൻ്റെ ഫേസിനുള്ളത് മാത്രമേ ഞാനിത് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ 1 സ്പൂൺ തേനാണ് കേട്ടോ. നല്ല തേൻ എടുക്കാൻ നോക്കട്ടെ. ഞാനിവിടെ ഡാബറിൻ്റെ തേനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ തൈര് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരുമാതിരി വെള്ളം പോലെ ആയി പോകാനും പാടില്ല. അതായത് ഒലിച്ചു പോകുന്ന രീതിയിലാവാനും പാടില്ല. അതേപോലെ തന്നെ ഭയങ്കര കട്ടിയിലും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാക്ക് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പാക്കാണ് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നല്ലൊരു മണമാണ് ഈ പാക്കിന്. ഇതേപോലെ എന്താ പറയുക, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ ഒരു മണാട്ടോ. എനിക്ക് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. കാരണം നല്ല മണം, ആ പഴത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും തേൻ്റെ ഒക്കെ മണം വരുമ്പില്ലേ നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ ഫേസിലേക്ക് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കരുത്. 2 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ കൂടുതൽ ആരും വെക്കാൻ നോക്കണ്ട, അത് കേടായി പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്കും അതുപോലെ തന്നെ കഴുത്തിലേക്കും കുറച്ച് ഇറക്കി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വിടണം കേട്ടോ. അപ്പോൾ അതേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓവറായിട്ട് ഉണങ്ങാൻ വിടില്ല കേട്ടോ. ഒരു പാക്കും ഒരുവിധം ഒരു 70% ഡ്രൈ ആയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പാക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് എൻ്റെ ഫേസിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. എനിക്ക് ഈ ഒരു പാക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയ പോലെയാണ് ഫീൽ ചെയ്യുക. അതായത് നമ്മുടെ കവിളൊക്കെ ഉണ്ടല്ലോ, ഈ കുഞ്ഞുണ്ണിയുള്ള സ്കിന്നൊക്കെ ഇല്ലേ, അതേപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു കാര്യമാണ് ഈ ഒരു പാക്കിൽ കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുമെന്ന് മാത്രമല്ല, അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യട്ടെ. ഈ ഒരു പാക്ക് നല്ല രസമാണ്. നമുക്കിങ്ങനെ കുഞ്ഞു പിള്ളേരെ കവളൊക്കെ പിടിക്കണ പോലെയാണ് നമുക്കും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അതേ ഫേസൊക്കെ ഫുള്ള് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ കിഡു റിസൾട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.